ലോകത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപകടത്തിൽ സംഭവിക്കുമോ? സെൽഫ്ലെസ് ആയി നിസ്വാർത്ഥമായി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം. നമ്മളൊരു കസ്റ്റമറിനെ സർവ് ചെയ്യുമ്പോൾ ഇതെന്റെ ജോലിയാണ് എന്ന് പറഞ്ഞ് ചെയ്താൽ അത് നിസ്വാർത്ഥതയല്ല, അത് സ്വാർത്ഥതയാണ്. എന്റെ ജോലിയല്ലേ, അപ്പോൾ ഇയാൾക്ക് ചെയ്യണം. അത് സ്വാർത്ഥതയാണ്. നിസ്വാർത്ഥമാവുന്ന എപ്പോഴാ? ആൾ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നെ പരീക്ഷിക്കാനാണ്. ഞാൻ അയാളുമായിട്ട് എങ്ങനെ ഇടപെടുന്നു എന്ന് ആകാശ ലോകങ്ങൾക്കപ്പുറം ഒരു ദൈവം എന്നെ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നെ ശ്രദ്ധിക്കുകയാണ്. ഞാനിപ്പോ അയാളുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യും. ഈ ഒരു തോന്നലിന്റെ പേരാണ് തഖ്വ. സൂക്ഷ്മത എന്നൊക്കെ പറയും. കോൺഷ്യസ്നസ്, ബോധം. എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട വസ്തു പ്രത്യക്ഷപ്പെട്ടത് അപകടകരമായിട്ട് അല്ലെങ്കിൽ ആക്സിഡന്റലി പ്രത്യക്ഷപ്പെട്ടതല്ല. അതിന്റെ പിറകിൽ ഒരു തീരുമാനമുണ്ട്, അല്ലേ? ലോകത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപകടത്തിൽ സംഭവിക്കുമോ? കോയിൻസിഡൻസ് എന്നൊക്കെ ചിലർ പറയും. കോയിൻസിഡൻസ് പോലുമല്ല, അതൊക്കെ പ്ലാൻഡ് ആണ്. മുന്നിൽ നിൽക്കുന്നത്, നമുക്ക് വരുന്നതും അനുഭവിക്കുന്നതും ഒക്കെ പ്ലാൻഡ് ആണ്, എഴുതി വെച്ചിട്ടുള്ളതല്ലേ. കുലൈസീബന ഇല്ല മക്കത്തബല്ല, എഴുതാത്തതൊന്നും അനുഭവിക്കില്ല. അപ്പൊ എന്റെ മുന്നിൽ വരുന്ന കസ്റ്റമേഴ്സിനെയൊക്കെ ദൈവം എഴുതി വെച്ചേക്കാണ്, ഇന്ന ആളെ ഈ സമയത്ത് നിന്റെ മുന്നിൽ വിടും. നീ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മം ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യും. ഓരോ ട്രാൻസാക്ഷനും ഓരോ ടെസ്റ്റിംഗ് ആണ്, ശ്രേഷ്ഠമായ കർമ്മം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്.